പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ നമ്മുടെ ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ പ്രോബ്ലം ഒരെണ്ണം എന്തായാലും ചോദിക്കുന്നുള്ളത് ഉറപ്പാ. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഒന്നാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അതിലെങ്ങനെ ഗുഡ്വിൽ കണ്ടുപിടിക്കാം? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വേഗം വാ നമുക്ക് നോക്കാം. ഇവിടെ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഇതാണ്: സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. സാർ, ഇത് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എവിടെ ഉണ്ടാവും അറിയൂ? അത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാകും. ഏത്? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നിങ്ങളുടെ ഇയേഴ്സ് പർച്ചേസ് എന്നുള്ള വേർഡ് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും തപ്പുക, അതിന്റെ മുമ്പിലുള്ള നമ്പറാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തായിരിക്കും? സൂപ്പർ പ്രോഫിറ്റാ. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഗുഡ് വില്ല് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? സൂപ്പർ പ്രോഫിറ്റ് ആണ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് പോകാം. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്താ സാർ? ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇതാണ് സൂപ്പർ പ്രോഫിറ്റിന്റെ ഇക്വേഷൻ. ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? ആക്ച്വൽ കണ്ടുപിടിക്കും, പിന്നീട് നോർമൽ കണ്ടുപിടിക്കും, എന്നിട്ട് ആക്ച്വലി നോർമൽ കുറച്ചിട്ട് എന്ത് കണ്ടുപിടിക്കും? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. അത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പൊ സാർ, എന്താണ് ആക്ച്വൽ പ്രോഫിറ്റ്? ബിസിനസ്സിൽ ഇപ്പോൾ ആക്ച്വലി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സിനുള്ള ആവറേജ് പ്രോഫിറ്റിനെയാണ് ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് തന്നെ തരും, അല്ലെങ്കിൽ ബിസിനസിന്റെ കുറച്ച് വർഷങ്ങളിലെ പ്രോഫിറ്റ് തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ മതി. രണ്ടും ഒന്നാണ്. അപ്പോ ആക്ച്വൽ പ്രോഫിറ്റ് മേ ബി ദ ആവറേജ് പ്രോഫിറ്റ്. ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? നോർമൽ പ്രോഫിറ്റാ. കാരണം ആക്ച്വലി നോർമൽ കുറച്ചാലേ സൂപ്പർ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം. ഇനി നമുക്ക് നോർമലും കൂടി കണ്ടുപിടിക്കണം. എടാ, നോർമലിന്റെ ഇക്വേഷൻ നോക്കൂ. നോർമലിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR/100. ഇതാണ് ഇക്വേഷൻ. നമ്മളൊരു പ്രോബ്ലം ചെയ്യും, പേടിക്കണ്ട. ആരും ഇതൊന്നും കേട്ട് ബേജാറാവണ്ട. നമ്മളിപ്പോൾ സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR/100 ആണ് നോർമൽ പ്രോഫിറ്റ്. അപ്പൊ സാർ, ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെ കിട്ടും? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിലെ പാർട്ട്നേഴ്സിന്റെ ടോട്ടൽ ക്യാപിറ്റൽ ഇല്ലേ, അത് തന്നെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത് ക്വസ്റ്റ്യൻ തരുമല്ലോ. എയുടെ ബിയുടെ ടോട്ടൽ ക്യാപിറ്റൽ ഇതാണ്. അതെന്താണ്? അതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ അത് തന്നില്ല എന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് എടുത്ത് തന്നില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടോ ഇപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും: ടോട്ടൽ അസറ്റും ലയബിലിറ്റിയും തരും. അപ്പോൾ അസറ്റ് നിന്ന് ലയബിലിറ്റി കുറച്ച് എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR. ഇത് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ, ഒരു റേറ്റ് തരും. അത് ബൈ 100 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോർമൽ കിട്ടും. അപ്പോൾ ആക്ച്വലും നോർമലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും സാർ? സൂപ്പർ കിട്ടും. സൂപ്പർ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ചെയ്താൽ ഗുഡ് വില്ലും കിട്ടും. അപ്പോൾ സാർ, ഇത് ക്വസ്റ്റ്യൻ ചെയ്താലേ മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാം. എടാ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. നീന ആൻഡ് മീര ആർ പാർട്ട്നേഴ്സ് ഇൻ എ ബിസിനസ്. ദ ടോട്ടൽ ക്യാപിറ്റൽ, ഇതാ ക്യാപിറ്റൽ തന്നു, അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നു. ടോട്ടൽ ക്യാപിറ്റൽ ഇതാ 1,20,000 തന്നിട്ടുണ്ട് അല്ലേ? യെസ്. ഇനി നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ സിമിലർ ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് 10%. അപ്പൊ നേരത്തെ പറഞ്ഞ ആ NRR തന്നു, 10% തന്നു. ഇനി ആക്ച്വൽ പ്രോഫിറ്റ് നോക്കൂ. ലാസ്റ്റ് 3 years 34, 40, 46. അപ്പൊ 3 വർഷത്തെ തന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക. ഒറ്റൊരെണ്ണം തന്നെങ്കിൽ നമുക്ക് അത് എടുക്കാമായിരുന്നു. പക്ഷെ ഇത് 3 വർഷത്തെ തന്നതുകൊണ്ട് അതിന്റെ ആവറേജ് ആണ് നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ വാല്യൂഡ് അറ്റ് 2 years പർച്ചേസ്. കണ്ടോ, ഇയേഴ്സ് പർച്ചേസ് എന്ന വേർഡിന്റെ മുമ്പിലുള്ള നമ്പർ ഇതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ലാസ്റ്റ് 3 years ആവറേജ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി നോർമൽ കുറയ്ക്കണം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ആക്ച്വൽ അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം അല്ലേ? അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. എല്ലാവരും പഠിച്ചു വെച്ചോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആക്ച്വൽ അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാ? ക്വസ്റ്റ്യനിൽ നോക്കൂ. ഇതാ സാർ, ആക്ച്വൽ പ്രോഫിറ്റ് 34, 40, 46. അപ്പൊ നമുക്ക് അതിന്റെ ആവറേജ് കാണാം. എത്രയാ സാർ? 34,000 പ്ലസ് 40,000 പ്ലസ് 46,000. ഓക്കെ, ഡിവൈഡഡ് ബൈ 3. കാരണം 3 വർഷത്തെയാണ്. അപ്പൊ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 40,000 കിട്ടും. സർ, നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് എന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമുക്ക് 40,000 എന്ന് ആൻസറും കിട്ടി. ഇനി നമുക്ക് എന്താ സർ വേണ്ടത്? ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. എല്ലാവരും പഠിച്ചു വെച്ചോ. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എന്താ സാർ? നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. സർ, നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും സർ? എടാ, ഇക്വേഷൻ ഉണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR/100. നേരത്തെ പഠിച്ചതല്ലേ സർ? എന്താ ഇക്വേഷൻ? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR/100. അപ്പൊ ക്വസ്റ്റ്യനിൽ നോക്കുക, ക്യാപിറ്റൽ എവിടെ സർ? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം 1,20,000 തന്നിട്ടുണ്ട് സർ. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി. അതേ ഇൻറ്റു NRR/100. സർ, NRR എവിടെ? ഇതാ സർ, NRR നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാ? 10%. ഓക്കെ, അപ്പൊ ഇൻറ്റു 10/100 അല്ലേ? സോ എത്ര കിട്ടി സർ? 12,000. 12,000.
അപ്പോ ആക്ച്വൽ പ്രോഫിറ്റ് 40,000ഉം നോർമൽ പ്രോഫിറ്റ് 12,000ഉം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വലും നോർമലും കിട്ടിയാൽ ആക്ച്വൽ മൈനസ് നോർമൽ ആണല്ലോ എന്ത്? സൂപ്പർ പ്രോഫിറ്റ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കലാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ? എത്ര സൂപ്പർ പ്രോഫിറ്റ് നോക്കൂ. ആക്ച്വൽ ആയ 40,000-ൽ നിന്ന് നോക്കൂ നോർമലായ 12,000 കുറയ്ക്കുന്നു, അപ്പോൾ കിട്ടും 28,000 അല്ലേ? ഈ 28,000 ആണ് സൂപ്പർ പ്രോഫിറ്റ്. ഈ 28,000 ആണ് സൂപ്പർ പ്രോഫിറ്റ്. ക്ലിയർ ആണോ? ആക്ച്വലി ഇത് നോർമൽ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടി? സൂപ്പർ കിട്ടി. അത് എത്രയാ? 28,000. സാർ 28,000 ആണോ ഗുഡ് വില്ല്? അല്ല അല്ലേ? ഗുഡ് വില്ലിന്റെ ഇക്വേഷൻ എന്താ സാർ? ഗുഡ് വില്ലിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റിന്റെ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ചെയ്യുന്നതാ. അതാണ് ഗുഡ് വില്ലിന്റെ ഇക്വേഷൻ. അപ്പൊ ഞാനിതാ കണ്ടുപിടിക്കുന്നു. സൂപ്പർ പ്രോഫിറ്റ് 28,000 ആണല്ലോ. ഓക്കെ, അപ്പൊ ഞാനിതാ ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്നു. നാലാമത് ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്നു. ഗുഡ് വിൽ എത്രയാ? 28,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാടാ? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാ 2 ഇയേഴ്സ് പർച്ചേസ് ഇൻറ്റു 2 ആണ്. അപ്പോ 56,000 കിട്ടി. ആ 56,000 ആണ് സാറേ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഗുഡ് വിൽ. അപ്പൊ 4 സ്റ്റെപ്പ്: ആക്ച്വൽ ഓർ ആവറേജ് പ്രോഫിറ്റ്, ദെൻ നോർമൽ പ്രോഫിറ്റ്, ദെൻ സൂപ്പർ പ്രോഫിറ്റ്, ലാസ്റ്റ് വൺ ഗുഡ് വിൽ. ഗുഡ് വില്ലിന് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ 56,000 സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. എടാ ഇത്രയും പഠിച്ച നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് കൊണ്ട് അടുത്ത മെത്തേഡ് അഥവാ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും പഠിക്കാൻ പറ്റും. സാർ അതെങ്ങനെ? എടാ നിങ്ങൾ ഈ പഠിച്ച 3 സ്റ്റെപ്പില്ലേ, ഈ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ്, അത് അടുത്ത മെത്തേഡായ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിനും സെയിം ആണ്. ആദ്യത്തെ ഈ 3 സ്റ്റെപ്പ് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡ്, ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ചോദിച്ചാലും ചെയ്യണം. അപ്പൊ അവസാനത്തെ ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ മാത്രം ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ നിങ്ങൾക്ക് ആ മെത്തേഡിൽ ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ പഠിക്കാം. സാർ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്? ചേഞ്ച് വരുത്താൻ കൊതിയായി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവസാനം സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നല്ലേ പഠിച്ചത്? അതിന് പകരം സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100/NRR എന്നൊരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ കിട്ടുന്ന ഗുഡ് വില്ല് അടുത്ത മെത്തേഡായി മാറി. അതായത് സൂപ്പർ പ്രോഫിറ്റിന് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കിട്ടുന്ന ഗുഡ് വിൽ എന്താ? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലെ ആൻസർ ആണ്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ സൂപ്പർ പ്രോഫിറ്റ് അല്ല, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണ് എന്നാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഇതാ ഇത് തന്നെ സെയിം സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പഠിച്ചതൊക്കെ അതേപോലെ, പക്ഷെ അവസാനത്തെ ഇക്വേഷനിൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസിന് പകരം സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100/NRR. അപ്പൊ ഇവിടെ എത്ര വരിക? ഇവിടെ 28,000 ആണല്ലേ? 28,000 ഇൻറ്റു 100/10 അഥവാ 2,80,000. സാർ ഇത്രയും ചെറിയ സമയത്തിൽ 2 മെത്തേഡ് പഠിച്ചില്ലേ? ഇതേപോലെ നമ്മുടെ കൂടെ ഇനിയും നിങ്ങൾക്ക് പഠിക്കാം. എഡ്യൂപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോയുടെ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. തൽക്കാലത്തേക്ക് ഞാൻ പോകുന്നു. ബൈ.